ഹലോ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് കളഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറത്തിക്കൊണ്ടിരുന്നപ്പോൾ മേല് പോയി അങ്ങനെ ചാർജ് ചെയ്ത് താഴെ വന്നപ്പോൾ ഏതോ കാട്ടിപ്പോയി വീണ് അങ്ങനെ മിസ്സായി പോയി. ഒരു സാധനം തൊഴിലുറപ്പുകാർ ഇന്ന് വൃത്തിയാക്കാൻ വന്നപ്പോൾ അവർക്ക് കിട്ടി, അങ്ങനെ എൻ്റെ കൊണ്ട് നേപ്പിച്ച് മിസ്സായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാത്രം, ജസ്റ്റ് 365 ദിവസം. അങ്ങനെ ഒരു വർഷം കൊണ്ട് കാട്ടിക്കിടന്ന സാധനം മഴയും വെയിലും കൊണ്ട് നശിച്ചാണെന്നുള്ള വിചാരത്തിൽ ഞാൻ പിന്നെ ഒന്ന് ശരിയാക്കി നോക്കാമെന്ന് കരുതി ഞാൻ തന്നെ കുത്തിപ്പണി ഇളക്കി നോക്കി. അങ്ങനെ ഡ്രോണിൻ്റെ ബാറ്ററി എടുത്ത് ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ ചാർജ് കയറുന്നുണ്ടായിരുന്നു. ചാർജറൊക്കെ ഞാൻ സേഫാക്കി വെച്ചുകൊണ്ട് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് കയറിയിട്ട് ഇവിടെ കണക്ട് ചെയ്തപ്പോൾ ഡ്രോൺ നടക്കൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഹെലികോപ്റ്ററിൻ്റെ മോട്ടറും ബോർഡും വലിച്ചൂരി എടുത്തിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ ഭാഗത്ത് അറിയത്തില്ല, അതങ്ങ് ശരിയായി. 4 മോട്ടറും കറങ്ങി എല്ലാം പക്കയായിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം അതും കഴിഞ്ഞ് ഇരുന്നപ്പോൾ നമ്മുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞ് കിറ്റാച്ചിക്കകത്ത് ഓയിൽ അടിക്കാമെന്ന് വരുമെന്ന്, ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ പിന്നെ കിറ്റാച്ചി എടുത്ത് അതോട്ട് കറക്കി അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഉച്ചയായി പോയി. പിന്നെ തുണിയെല്ലാം അവിടെ മുക്കി വെച്ച് ഓർത്തത്. അങ്ങനെ പിന്നെ നേരെ തുണി ഇടാൻ പോയി. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തുണിയെല്ലാം അവിടെ കഴുകി തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ വീണ്ടും തൊട്ട് മേലുള്ള ഒരു അമ്മ വിളിച്ച് പറഞ്ഞ് ഫാനിൻ്റെ കപ്പാസിറ്റർ ഒന്ന് മാറി തരുമോ, ഫാനോട്ട് സ്പീഡില്ലെന്ന്. അങ്ങനെ നേരെ അങ്ങോട്ട് കയറി ചെന്ന് ഫാനിൻ്റെ കപ്പാസിറ്റർ മാറി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു കസം വിളിച്ച് പറഞ്ഞ് വണ്ടിക്ക് സീറ്റ് കവർ അടിക്കാൻ പോകണം, സീറ്റ് കവർ മാത്രമല്ല അതൊരു ഡിസൈൻ മാറ്റി അടിക്കണമെന്ന് പറഞ്ഞു തരാൻ, ഒന്ന് സെറ്റാക്കി തരാൻ വരുമെന്ന് ചോദിച്ചു. അങ്ങനെ നേരെ അങ്ങോട്ട് പറഞ്ഞു പോയി. അങ്ങനെ അപ്പോൾസ്റ്ററി അടിക്കുന്ന ചേട്ടന്മാർക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുകൂടെ നേരെ ഒരു വെള്ളം കുടിക്കും. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് നല്ല തണുപ്പുള്ള സോഡ കാര്യങ്ങളും മേടിച്ച് കുടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സീറ്റിൻ്റെ ഷേപ്പ് അടിച്ച് കഴിഞ്ഞു. ഇനി അവൻ്റെ മണ്ടേ കൂടെ കവർ അടിച്ചാൽ മാത്രം മതി. അങ്ങനെ കവർ അടിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോണൊന്ന് തറവേ. പിന്നെ എടുത്തപ്പോഴാണ് കൈസ് എൻ്റെ കിളി പോയത്. ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടി പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും നാൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് iPhone 6ൻ്റെ ഒരു പഴയ മോഡൽ ഫോണിനകത്താണ്. അപ്പോൾ മറ്റൊരു ഫോൺ എടുക്കുന്നത് വരെ, ഇത് ശരിയാക്കുന്നത് വരെയോ ഇനി വീഡിയോസ് ഒന്നും വരുന്നതല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇനിയും കാണും.